ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അത് ഓരോന്നല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ അടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അത് ഞങ്ങൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ, പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും മുസ്ലിം ലീഗുമായിട്ടും UDF-ഉമായിട്ടും പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖലിയും തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം പിണറായി നടത്തിയിരുന്നു. അപ്പോൾ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ്, വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണെന്നാണ്. ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിന്റെ അപ്പുറം കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിഖലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും. ചില നേരത്തെ പറഞ്ഞതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവര് കൗശൂലി ആളുകൾ എന്തു പറയാൻ യാതൊരു ഉറപ്പുമില്ലാത്ത ഇതിനുള്ള കോലാഹലമാണ് ചില ആളുകൾ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ മതപരമാക്കാൻ മതത്തിന്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ മതവികാരത്തെ ആളി കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-യുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം എന്നതാണ് അത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട. ഈ പാലക്കാട് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും മുമ്പ് CPM ഇങ്ങനെ പരസ്യമായി പറഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും ഉള്ളത് എന്ന് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അവകാശമാണ് നടത്തിയിട്ട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ലീഗിനെ CPM ഇത്ര ആക്രമിക്കുന്ന രീതിയിലേക്ക് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ SDP-യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ചേരുന്ന ഒരു വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വന്നത്. പിന്നെ അതിന് മുമ്പേ വിശദീകരിക്കേണ്ടത് ഒരിക്കലുമില്ല. അവര് പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപനം ഞങ്ങൾ നമ്മൾ തോന്നുന്നു. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും പഴയകാലം പ്രശ്നമാവും. പഴയകാലം ഭൂതകാലത്തെ അവർക്ക് ഓർത്തുകൊള്ളുക മാത്രമേ വർത്തമാനമുള്ളൂ.
ആ വർത്തമാനത്തിൽ നിന്ന് മാത്രമേ ഭാവിയുള്ളൂ. അതിന് ഞാൻ പ്രകോപനം കൊണ്ട വെറുതെ പറഞ്ഞാൽ മതി, സാധാരണ എനിക്ക് മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു മതരാഷ്ട്രം വേണം, ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നും ലോകത്തിന്റെ ഭാഗമായിട്ട് പരസ്യമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തികച്ചും വർഗീയമാണ്, തികച്ചും രാഷ്ട്രവാദമാണ്. BJP-കാരെന്താണോ ഹിന്ദു രാഷ്ട്രത്തിന്റെ പേര് പറയുന്നത്, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യമുണ്ട്. ഇന്നുമില്ല, ഇനി ഉണ്ടാവില്ല. നേരത്തെ നിങ്ങൾ അറിയുന്നതാണ് കാര്യം. അവർ ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കല സാധാരണ. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തീരുമാനിക്കണ്ട. അതായത് ജമാഅത്തെ ഇസ്ലാമിനെ കുറെ കോൺഗ്രസ്സുകാരെ തീരുമാനിക്കും, കുറെ ലീഗുകാരെ തീരുമാനിക്കും, കുറെ മാർക്സിസ്റ്റുകാരെ തീരുമാനിക്കും. ഇവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കും. ഈ നിലയായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നത്. ഇപ്പൊ തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ, ആ ഉള്ളിൽ കൂടി നടത്തിയല്ലോ പരസ്യം. ആ പരസ്യമായപ്പോ പരസ്യമായ നിലപാട് ഞങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും ഒരു രീതിയിൽ മുഖത്തൊന്നും കാര്യമില്ല. ഞങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഈ മീഡിയ വണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ആണെന്ന് നിങ്ങൾ അറിയുമോ? നിങ്ങൾക്കറിയില്ല? അറിയില്ലോ? അറിയോ? അറിയോ? എല്ലാവർക്കും അറിയാം. ഇപ്പൊ അറിയുള്ളൂ, നമുക്കറിയില്ല. പത്രക്കാർക്കെന്നെ അറിയാം, അറിയില്ല. ഇപ്പൊ അറിയാം. അതുപോലെ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിന്റേതാണെന്ന് കാര്യങ്ങൾ അറിയോ? അപ്പൊ അറിയാതെ കണ്ടത് ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ കൊണ്ടിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിന്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷത്തിനെതിരാണ്. ഒരു ഭാഗത്ത് RSSന്റെ കൗണ്ടർ പാർട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർക്കുന്നത്, ഇനിയെത്തും. അപ്പൊ തിരിച്ചറിയാതെ അത്രത്തോളം പുറത്തു വരാതെ ഘട്ടത്തിൽ കണ്ട ഒരു കാര്യം വെച്ചിട്ട് അത് അന്ന് നേടാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇനി നേടാൻ പറ്റുന്ന വിചാരിക്കണം. ഇപ്പോഴും ലീഗ് അതിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ ഞങ്ങളുടെ വിമർശനം അതിന്റെ തടവറയിലാണ്, അതിന്റെ ആശയ തടവറയിലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, വെറും തടവറയല്ല, ആശയ തടവറയിലാണെന്ന് പറഞ്ഞത് ഈ വർഗീയത കൊണ്ടാണ് പറഞ്ഞത്.